യേശുവിൽ പ്രിയപ്പെട്ടവരെ, പുറമേയുള്ള സമ്പത്തോ ലോട്ടറി അടിക്കുമ്പോൾ കിട്ടുന്ന ഭാഗ്യമോ ഒന്നുമല്ല ഒരുവനെ വലിയ ധനവാനും വലിയ സമ്പന്നനുമാക്കുക. അതൊക്കെ ലോകത്തിൻ്റെ മനോഭാവങ്ങളാണ്. ദൈവദൃഷ്ടിയിൽ സമ്പന്നനും ഭാഗ്യവാനുമായി മാറുന്നത് ആരാണ്? അവർ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. പുറമേയുള്ള ദാരിദ്ര്യമല്ല, ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, അതായത് മനോഭാവങ്ങളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ. പണമുണ്ടായിട്ടും പണത്തിൻ്റെ നടുവിൽ അതൊക്കെ മറ്റുള്ളവരുമായി പങ്കുവെച്ച് വിനയത്തിൻ്റെ എളിമയുടെ മാതൃകയിൽ ദാരിദ്ര്യ മനോഭാവത്തോടെ ജീവിക്കുന്നവരുണ്ട്. അവരാണ് സ്വർഗത്തിലെ ഭാഗ്യവാന്മാർ. അവർക്കുള്ളതാണ് സ്വർഗരാജ്യമെന്ന് ഈശോ പറയുന്നു. ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ ഉള്ളിൽ ഗ്രഹിക്കാനും വചനമനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. പുറമേയുള്ള സമ്പത്തിന് വേണ്ടിയുള്ള ആർത്തി ഉപേക്ഷിച്ച് ആവശ്യത്തിന് ജീവിക്കാനുള്ളത് സമ്പാദിച്ച് കൂടുതൽ കിട്ടുന്നത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് എളിമയുടെ ദാരിദ്ര്യത്തിൻ്റെ വിനയത്തിൻ്റെ ഭാവത്തിൽ ജീവിക്കാൻ, അപ്പോൾ എപ്പോഴും കർത്താവിൽ ആശ്രയിക്കാൻ നമുക്ക് തോന്നും. അതാണ് ദരിദ്രൻ്റെ അവസ്ഥ, ആത്മാവിൽ ദരിദ്രൻ്റെ അവസ്ഥ. ആ അവസ്ഥ നമുക്കുണ്ടാകാൻ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.